നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. ജീവിതത്തിലെ പ്രതിസന്ധികളെ ദൈവത്തിലുള്ള പ്രത്യാശയോട് നേരിടാൻ കഴിയണമെന്ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത. മാർത്തോമ സഭ അടൂർ ഭദ്രാസന കൺവെൻഷൻ ഈശോ മാർ തിമോത്തിയോസ് സ്പിരിച്വാലിറ്റി സെന്ററിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മെത്രാപ്പോലിത്ത. പ്രതിസന്ധികൾക്ക് മുന്നിൽ നിരാശരാകാതെ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് ശക്തി പ്രാപിക്കാൻ കഴിയണമെന്നും മെത്രാപ്പോലിത്ത ഉദ്ബോധിപ്പിച്ചു. പ്രതിസന്ധികളിൽ തളരാതെ യഹോവയിൽ കാത്തിരുന്ന് ശക്തി പ്രാപിക്കുന്നവരായി തീരുക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു നിഷ്ഠയിൽ കൂടെ മാത്രമേ, ഒരു ഡിസിപ്ലിനിൽ കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടത് ആവശ്യമാണ്. ഭദ്രാസനാധ്യക്ഷൻ മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. നമ്മുടെ ബോധ്യങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതും നമ്മുടെ പ്രവർത്തനങ്ങളെയും മണ്ഡലങ്ങളെയും ഏറ്റവും സജീവമായിട്ടുള്ള വിധത്തിൽ അതിലൂടെ ലോകത്തിന് നന്മയുണ്ടാകുവാനുമുള്ള അനുഭവങ്ങളായി മാറുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് സമഗ്രമായിട്ടുള്ള ഒരു മാറ്റമാണ് ജീവിതത്തിൽ ഈ വചന കേൾവിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. വികാരി ജനറൽമാരായ വെരി റവറൻ ടി കെ മാത്യു, വെരി റവറൻ കെ വി ചെറിയാൻ, ഭദ്രാസന സെക്രട്ടറി റവറൻ ബേബി ജോൺ, ട്രസ്റ്റി ബിനു പി രാജൻ, കൺവീനർ റവറൻ ജയ് വർഗീസ്, ജോയിന്റ് കൺവീനർ ജോൺസൺ വൈദ്യൻ എന്നിവർ പ്രസംഗിച്ചു. വ്യാഴം ഉച്ചകഴിഞ്ഞ് മദ്യവിമുക്തരുടെ യോഗവും വൈകുന്നേരം സീനിയർ സിറ്റിസൺ സമ്മേളനവും ചേർന്നു. റവറൻ ജോളി തോമസ് പ്രസംഗിച്ചു. വൈകുന്നേരത്തെ പൊതുയോഗത്തിൽ റവറൻ ഷിജു കെ എബ്രഹാം പ്രസംഗിച്ചു. 3 രാവിലെ സന്നദ്ധ സുവിശേഷക സംഘം സമ്മേളനവും ഉച്ചകഴിഞ്ഞ് സേവികാ സംഘം യോഗവും വൈകുന്നേരം പൊതുയോഗവും ഉണ്ടായിരുന്നു. 4 രാവിലെ 10 മണിക്ക് സൺഡേ സ്കൂൾ സമ്മേളനം, 3 യുവവേദി, 7 മണിക്ക് പൊതുയോഗം എന്നിവ നടത്തും. റവറൻ ഷിജു കെ എബ്രഹാം, ഏലിയാമ്മ തോമസ്, ബാബു പുല്ലാട്, അനിൽ കെ സാം, റവറൻ കെ ഇ ഗീവർഗീസ് എന്നിവർ വിവിധ യോഗങ്ങളിൽ പ്രസംഗിക്കുന്നു. 5 ഞായർ രാവിലെ 7:30 വിശുദ്ധ കുർബാനയ്ക്ക് ഭദ്രാസനാധ്യക്ഷൻ മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികനാകും. 10 റവറൻ മോത്തി വർക്കി പ്രസംഗിക്കും. മാർ സെറാഫീം എപ്പിസ്കോപ്പ സമാപന സന്ദേശം നൽകും. എല്ലാവർക്കും അനുഗ്രഹീതമായ പുതുവത്സര ആശംസകൾ നേർന്ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത. ദൈവത്തിലുള്ള വിശ്വാസത്തോടും പ്രത്യാശയോടും പുതുവർഷത്തിലേക്ക് പ്രവേശിക്കണം. വ്യതിയാനങ്ങൾ സംഭവിക്കുന്ന ലോകത്തിൽ കാലികവും സംഗതവും അർത്ഥവത്തുമായ പ്രേക്ഷിത വൃത്തി നിർവഹിക്കുവാൻ സഭയ്ക്ക് കഴിയണം. ഇതിലൂടെ സമൂഹം കൂടുതൽ അനുഗ്രഹീതമാകുമെന്നും മെത്രാപ്പോലിത്ത പറഞ്ഞു. വളരെയധികം വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഈ വ്യതിയാനങ്ങളുടെ മധ്യത്തിൽ എന്താണ് ദൈവം സഭയിലൂടെ ഈ ലോകത്ത് നിറവേറ്റുവാനായിട്ടുള്ള ദൌത്യം എന്നത് ചിന്തിക്കുകയും വളരെ കാലികവും സംഗതവും അർത്ഥസമ്പൂർണവുമായ പ്രേക്ഷിത വൃത്തി ഈ കാലഘട്ടത്തിൽ നിർവഹിപ്പാണ്ടക്കോണം സഭയെ ഒരുക്കുകയും ചെയ്യേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും ചുമതലയും ഉത്തരവാദിത്വമാണ്. മാർത്തോമ സഭ നിരണം മാരാമൺ ഭദ്രാസന കൺവെൻഷൻ ജനുവരി 9 മുതൽ 12 വരെ തിരുവല്ല സെന്റ് തോമസ് പള്ളിയിൽ നടത്തും. 9 വൈകുന്നേരം 6:30 ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്യും. സാം ചെമ്പകത്തിൽ പ്രസംഗിക്കും. 10 രാവിലെ 10 മണിക്ക് സേവികാ സംഘം സന്നദ്ധ സുവിശേഷക സംഘം സംയുക്ത സമ്മേളനം ഡോക്ടർ യുവാക്കി മാർ കൂർലോ സഫ്രഗൻ മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്യും. ബാബു പുല്ലാട് പ്രസംഗിക്കും. ഉച്ചയ്ക്ക് 2:30 ഭദ്രാസന ബെസ്കിയാമോസ് സമ്മേളനം ചേരും. വൈകുന്നേരം 6 ചേരുന്ന പൊതുയോഗത്തിൽ യാക്കോബായ സഭ ഇടുക്കി ഭദ്രാസന അധ്യക്ഷൻ സക്രിയാസ് മാർ ഫിലോക്സ്നോസ് മെത്രാപ്പോലിത്ത പ്രസംഗിക്കും. 11 രാവിലെ 10 കുട്ടികളുടെ യോഗവും വൈകുന്നേരം 4 ഇടവക ട്രസ്റ്റിമാരുടെ യോഗവും ചേരും. വൈകുന്നേരം 6 മണിക്ക് റവറൻ എ ടി സക്രിയ പ്രസംഗിക്കും. 12 രാവിലെ 8 മണിക്ക് വിശുദ്ധ കുർബാനയും 10 സമാപന യോഗവും ചേരും. റവറൻ എബ്രഹാം പി ഉമ്മൻ പ്രസംഗിക്കും. മെത്രാപ്പോലിത്ത സമാപന സന്ദേശം നൽകും. ഭദ്രാസന സെക്രട്ടറി റവറൻ മാത്യൂസ് എ മാത്യു, ട്രഷറർ അനീഷ് കുന്നപ്പുഴ, കൺവീനർ ലിനോജ് ചാക്കോ, റവറൻ മാത്യു വർഗീസ്, റവറൻ കെ എം മാത്യു എന്നിവർ നേതൃത്വം നൽകും. മാർത്തോമ സഭ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന കൺവെൻഷൻ ജനുവരി 9 മുതൽ 12 വരെ ആയൂർ മാർത്തോമ കോളേജ് അങ്കണത്തിൽ നടത്തും. 9 വൈകുന്നേരം 6:30 ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഐസക് മാർ ഫിലിക്സ്നോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്യും. വികാരി ജനറൽ വെരി റവറൻ ഷാം പി തോമസ് പ്രസംഗിക്കും. 10 രാവിലെ 10 മണിക്ക് സേവികാ സംഘം സന്നദ്ധ സുവിശേഷക സംഘം സംയുക്ത പൊതുയോഗം ചേരും. വെരി റവറൻ ഷാം പി തോമസ് പ്രസംഗിക്കും. വൈകുന്നേരം 6:30 പൊതുയോഗത്തിൽ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത അധ്യക്ഷനായിരിക്കും. റവറൻ എബ്രഹാം പി ഉമ്മൻ പ്രസംഗിക്കും.
11 രാവിലെ 10 മണിക്ക് കുട്ടികളുടെ കൺവെൻഷനിൽ റവറൻ അശ്വിൻ ജോയ്സും സംഘവും നേതൃത്വം നൽകും. ഉച്ചകഴിഞ്ഞ് 3 യുവവേദി യോഗത്തിൽ ജിജി തോംസൺ പ്രസംഗിക്കും. വൈകുന്നേരം 7 മണിക്ക് പൊതുയോഗത്തിൽ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർ തീത്തൂസ് എപ്പിസ്കോപ്പ പ്രസംഗിക്കും. 12 ഞായർ രാവിലെ 8 മണിക്ക് വിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്ക് ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ നേതൃത്വം നൽകും. റവറൻ DS അരുൺ സന്ദേശം നൽകും. മാർത്തോമാ സഭ മുംബൈ സെന്ററിലുള്ള വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സംയുക്ത ക്രിസ്മസ് ഗാനസംഗമം ക്രിസ്താഗമൻ ബോറിവലി ഇമ്മാനുവൽ പള്ളിയിൽ നടത്തി. സന്നദ്ധ സുവിശേഷ സംഘം, സീനിയർ സിറ്റിസൺസ്, സേവിക സംഘം, യുവജന സഖ്യം, വികസന സംഘം, സൺഡേ സ്കൂൾ ഗായക സംഘങ്ങൾ ഗാനങ്ങൾ അവതരിപ്പിച്ചു. റവറൻ സാംസൺ സാമുവലിന്റെ പരിശീലനത്തിൽ 50ഓളം സൺഡേ സ്കൂൾ കുട്ടികളെ കോർത്തിണക്കി അവതരിപ്പിച്ച ഗാനങ്ങളും യുവജന സഖ്യം അവതരിപ്പിച്ച കൊറിയോഗ്രഫിയും സന്നദ്ധ സുവിശേഷക സംഘത്തിന്റെ വിന്റേജ് കരോൾ അവതരണവും വ്യത്യസ്തമായി. മലങ്കര യാക്കോബായ സഭയുടെ മുംബൈ അയർലൻഡ് ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ അലക്സാൻഡ്രിയോസ് മെത്രാപ്പൊലിത്ത ക്രിസ്മസ് സന്ദേശം നൽകി. റവറൻ പ്രസാദ് മാത്യു അധ്യക്ഷത വഹിച്ചു. കൺവീനർ റവറൻ അലക്സി സാമുവൽ, ഇടവക വികാരി റവറൻ ഏബ്രഹാം വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. 130ാമത് മാരാമൺ മഹായോഗത്തിന്റെ ഭാഗമായി പരിസ്ഥിതി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കല്ലുശ്ശേരി കടവിൽ മാളികയിൽ നിന്ന് മാരാമണ്ണിലേക്ക് പരിസ്ഥിതി സൗഹൃദ സന്ദേശ യാത്ര സംഘടിപ്പിക്കും. ഫെബ്രുവരി 1 സംഘടിപ്പിക്കുന്ന യാത്രയിൽ കടവിൽ മാളിക മുതൽ മാരാമൺ റിട്രീറ്റ് സെന്റർ വരെ വിവിധ സ്ഥലങ്ങളിൽ 130 ഫലവൃക്ഷ തൈകൾ നടും. രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന യാത്ര ഉമയാറ്റുകര, ഓദ്ര എബനേസർ, സെന്റ് പോൾസ്, സെന്റ് ആൻഡ്രൂസ്, ഓദ്ര AMM സ്കൂൾ, നെല്ലിമല ബദേൽ, കുമ്പനാട് വലിയ പള്ളി, കൂർത്തമല, പൂവത്തൂർ സെന്റ് പോൾസ്, മാരാമൺ, കോഴഞ്ചേരി ഇടവകകൾ സന്ദർശിച്ച് റിട്രീറ്റ് സെന്ററിൽ എത്തും. തുടർന്ന് സമ്മേളനം ചേരും. മാർത്തോമാ യുവജന സഖ്യം, സഭയുടെ ഇക്കോളജിക്കൽ കമ്മീഷൻ, തെള്ളിയൂർ കൃഷി വിജ്ഞാന കേന്ദ്രം എന്നിവ യാത്രയിൽ സഹകരിക്കും. അന്നേ ദിവസം ഉച്ച മുതൽ പരിസ്ഥിതി വിഷയം അടിസ്ഥാനമാക്കി കുട്ടികൾക്കായി ചിത്രരചനാ മത്സരവും റിട്രീറ്റ് സെന്ററിൽ ഒരുക്കും. മാരാമൺ റിട്രീറ്റ് സെന്ററിൽ ചേർന്ന അവലോകന യോഗത്തിൽ സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി റവറന്റ് എബി കെ ജോഷുവ അധ്യക്ഷനായിരുന്നു. മറ്റു ഭാരവാഹികളായ ഡോക്ടർ എബി വാരിക്കാട്, പ്രൊഫസർ ഏബ്രഹാം പി മാത്യു, റവറൻ ജിജി വർഗീസ്, പരിസ്ഥിതി കമ്മിറ്റി കൺവീനർമാരായ ലാലമ്മ വർഗീസ്, ഗീതമ്മ മാത്യു, പ്രോഗ്രാം കോർഡിനേറ്റർ സാം ചെമ്പകത്തിൽ എന്നിവർ പ്രസംഗിച്ചു. അവനവനെ മാത്രം സ്നേഹിക്കുന്ന ലോകത്ത് അപരനെ സ്നേഹിക്കുവാനും കരുതുവാനും കഴിയണമെന്ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത. മാർത്തോമാ സഭ ഭവനരഹിതർക്കായി ആവിഷ്കരിച്ച അഭയ പദ്ധതിയിൽപ്പെട്ടവരുടെ കുടുംബസംഗമം തോണിപ്പുഴ ഇരുമ്പുകുഴി കമ്മ്യൂണിറ്റി ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മെത്രാപ്പൊലീത്ത. വിട്ടുവീഴ്ചകളാണ് ജീവിതത്തെ കൂടുതൽ അനുഗ്രഹീതമാക്കുന്നത്. പുറപ്പാടിന്റെ അനുഭവമാണ് ക്രിസ്മസ്. അവരവരെ സ്നേഹിക്കാനാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. അതിൽ നിന്നുള്ള പുറപ്പാടാണ് ആവശ്യമെന്നും മെത്രാപ്പൊലീത്ത പറഞ്ഞു. റവറൻ ജോർജ് ഏബ്രഹാം അധ്യക്ഷനായിരുന്നു. റവറൻ KE ഗീവർഗീസ്, റവറൻ VS കറിയ, റവറൻ KS മാത്യു, റവറൻ സുനിൽ മാത്യു, വർഗീസ് മാത്യു, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PS ബിനോയ് എന്നിവർ പ്രസംഗിച്ചു. കുറിയന്നൂർ സെന്റ് തോമസ്, പാലാക്കുന്ന് സെന്റ് പോൾസ്, തോണിപ്പുഴ, പുല്ലാട് അഭയം കുടുംബാംഗങ്ങൾ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. അഭയം പദ്ധതിയിൽ കടമ്പനാട് നിർമ്മിച്ച വീടിന്റെ കൂദാശ മുംബൈ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ നിർവഹിച്ചു. വെരി റവറൻ ജോർജ് മാത്യു, റവറൻ VS കറിയ, ഭദ്രാസന സെക്രട്ടറി റവറൻ ബേബി ജോൺ എന്നിവർ പ്രസംഗിച്ചു. മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ചുമതലയിലുള്ള പെരുമ്പാവൂർ മാർത്തോമാ വനിതാ കോളേജിന് അഭിമാന നിമിഷങ്ങൾ. കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സുജോ മേരി വർഗീസ് ദേശീയ തലത്തിൽ 2023 മികച്ച പ്രിൻസിപ്പലായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഓൾ ഇന്ത്യ അസോസിയേഷൻ ഓഫ് ക്രിസ്ത്യൻ ഹയർ എഡ്യൂക്കേഷന്റെ ഭുവനേശ്വർ XIM യൂണിവേഴ്സിറ്റിയിൽ നടന്ന ത്രിദിന കോൺഫറൻസിൽ മികച്ച പ്രിൻസിപ്പൽ അവാർഡ് ഏറ്റുവാങ്ങി. നിലവിൽ പ്രിൻസിപ്പലായ ഡോക്ടർ ലത P ചെറിയാൻ AIACHEയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പറായും കോളേജിലെ ചരിത്ര വിഭാഗം അധ്യാപകനും കോളേജ് ഗവേണിംഗ് കൗൺസിൽ അംഗവുമായ ഡോക്ടർ ബിബിൻ കുര്യാക്കോസ് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗമായും തിരഞ്ഞെടുക്കപ്പെട്ടു. അഭിമാനകരമായ നേട്ടത്തിൽ പങ്കാളികളായ എല്ലാവരെയും സുവിശേഷ പ്രസംഗ സംഘം ഭാരവാഹികൾ അഭിനന്ദനങ്ങൾ അറിയിച്ചു. തിരുവനന്തപുരം മണ്ണന്തല JMM സ്റ്റഡി സെന്റർ നേതൃത്വത്തിൽ ക്രിസ്മസ് പുതുവത്സര സംഗമം സംഘടിപ്പിച്ചു. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. വികാരി ജനറൽ വെരി റവറൻ KG പോത്തൻ സന്ദേശം നൽകി. പരുത്തിപ്പാറ ഇമ്മാനുവൽ, മുക്കോലക്കൽ ബദേൽ സൺഡേ സ്കൂൾ, ചന്തവിള, കഴക്കൂട്ടം ബദേൽ ഇടവക, കോർണംകോട് ബദേൽ, മണ്ണന്തല ലൂതറൻ ചർച്ച് ഗായക സംഘങ്ങൾ ഗാനങ്ങൾ ആലപിച്ചു. ലൂതറൻ ചർച്ച് വികാരി റവറൻ വിനീഷ്, ഫാദർ തോമസ് കുളങ്ങര, ഏബ്രഹാം ചെറിയാൻ, ഭദ്രാസന സെക്രട്ടറി റവറൻ ഷിബു പ്ലാവിലയിൽ എന്നിവർ പ്രസംഗിച്ചു. വായന പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കാർഡ് ലൈറ്റ് ടു ലൈഫ് പ്രൊജക്ട് നേതൃത്വത്തിൽ വയനാട്ടിലെ വിവിധ ആദിവാസി ഊരുകളിൽ
രൂപം കൊടുത്ത വായനാ കൂട്ടായ്മയിലെ കുട്ടികൾ പത്മശ്രീ പുരസ്കാരം ലഭിച്ച പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും നെൽവിത്ത് സംരക്ഷകനുമായ ചെറുവയൽ രാമനുമായി സംവദിച്ചു. അദ്ദേഹത്തിന്റെ ആത്മകഥ ചെറുവയലും നൂറുമേനിയും, ജോയി പാലക്കാമൂല എഴുതിയ ചെറുവയൽ രാമൻ, കൃഷിയും ചിന്തയും എന്നീ പുസ്തകങ്ങൾ കുട്ടികൾ വായിച്ച് ആസ്വാദനം അവതരിപ്പിച്ചു. ചോദ്യങ്ങൾ ചോദിച്ചും കൃഷി അറിവുകൾ പങ്കുവച്ചും കൃഷിസ്ഥലം സന്ദർശിച്ചും പുതിയ അറിവുകൾ നേടി. എഴുത്തുകാരൻ ജോയി പാലക്കാമൂല കന്മയിലുള്ള രാമേട്ടന്റെ ഭവനാങ്കണത്തിൽ ഉദ്ഘാടനം ചെയ്തു. റവറൻ സുജിൻ വർഗീസ് അധ്യക്ഷത വഹിച്ചു. സാഹിത്യ നിരൂപകൻ എച്ച്.എം. ഗോപി മുഖ്യ സന്ദേശം നൽകി. ഇസ ഫൗണ്ടേഷൻ ജില്ലാ കോർഡിനേറ്റർ ഹിമവർഷ കാർത്തികേയൻ, ഉന്മേഷ് വൈ ഡേവിഡ്, സ്റ്റീഫൻസൺ ജേക്കബ്, ആലിസ് ജോയ് എന്നിവർ പ്രസംഗിച്ചു. വിവിധ ആദിവാസി ഊരുകളിലെ 44 കുട്ടികൾ പങ്കെടുത്തു. കുഞ്ഞുങ്ങളാണ് എല്ലാ സമൂഹങ്ങളുടെയും ഭാവിയുടെ അടിസ്ഥാന ഘടകമെന്ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത. മാർത്തോമ സഭ മുംബൈ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിലുള്ള നവജീവൻ സെന്ററിന്റെ 30ാം വാർഷികാഘോഷത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മെത്രാപ്പോലീത്ത. കുഞ്ഞുങ്ങളുടെ നന്മയും വളർച്ചയുമാണ് എല്ലാ സമൂഹങ്ങളുടെയും മൂല്യങ്ങളും ആത്മീയതയും പരിപോഷിപ്പിക്കുന്നതെന്നും മെത്രാപ്പൊലീത്ത കൂട്ടിച്ചേർത്തു. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ ആമുഖ സന്ദേശം നൽകി. രാജ്യസഭാ മുൻ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി.ജെ. കുര്യൻ, ഡോക്ടർ പങ്കജ് ചതുർവേദി, വികാരി ജനറൽ വെരി റവറൻ തോമസ് കെ ജേക്കബ്, ഡോക്ടർ ജോൺ മാത്യു, വി.പി. സൈമൺ, സഭാ കൗൺസിൽ അംഗം വർഗീസ് ഫിലിപ്പ് എന്നിവർ പ്രസംഗിച്ചു. കുട്ടികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഉന്നത വിജയികളെ അനുമോദിച്ചു. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. മാർത്തോമ വിഷനിലൂടെ. ശാലോ.